Hi, hello everyone. Welcome to my YouTube channel. Basically, ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് how to create and web page. ഒരു വെബ്സൈറ്റ് നമ്മൾ it is collection of different web pagesകളുടെ ഒരു collection ആണ് ഒരു വെബ് ആപ്ലിക്കേഷൻ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു HTML യൂസ് ചെയ്താണ് നമ്മൾ സാധാരണയായിട്ട് ഒരു വെബ് പേജസ് ഡിസൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? വളരെ ബേസിക് ആയിട്ടാണ് പോകുന്നത്. ആൻഡ് എന്തൊക്കെയാണ് ബേസിക് ടെക്നോളജീസ്, എന്തൊക്കെയാണ് ബേസിക് ടാഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ബേസിക് ആണ്. ഓക്കെ, സ്റ്റാർട്ട്. സാധാരണയായിട്ട് HTML ടാഗിന്റെ കീഴിലാണ് നമ്മൾ full HTML query ചെയ്യുന്നത്. And we having an head, and we have an body. ഒരു body part ഉണ്ട്. Okay. And we having an okay. And we ഇത്രയും വരെ കഴിഞ്ഞപ്പോഴേക്കും ഒരു വെബ് പേജസ് ക്രിയേറ്റ് ആണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്താ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു പേജിൽ ഞാൻ ചുമ്മാ ഒരു പേര് എടുക്കുന്നതാണ്. ഓക്കെ, HTML സേവ് ആക്കി. ഈ ബ്രൗസറിന് സിമ്പിൾ ഇവിടാണ് നമ്മുടെ കോഡ് ഇപ്പോൾ നമ്മൾ എഴുതിയേക്കുന്നത് സേവ് ആക്കിയിരിക്കുന്നത്. ഇത് വെച്ചിട്ടും സാധാരണ ഒരു ബ്ലാങ്ക് പേപ്പർ പേജസ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്. ഷോ this is what I created right now. HTML പേജിൽ വെറും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്, ബ്ലാങ്ക് പേജ് ആണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഐ വാണ്ട് ടു ക്രിയേറ്റ് എൻ ഹെഡർ, ഹെഡിങ് വേണം. അപ്പം നമുക്ക് ഹെഡിങ് ഇപ്പം ഞാനിപ്പോൾ ഹലോ എന്ന് കൊടുത്തിരിക്കുക. ഫസ്റ്റത്തെ ഹെഡിങ് H1 and below it you can see and hello is printing out here. You can see and a hello is being printed out here. Now we have like a header പലതരം. H1, H2, H3 അങ്ങനെയുണ്ട്. H1 ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫോണ്ടിൽ വലുതായിട്ട് വരുന്നത് ടൈപ്പ് ചെയ്തത്. ഇപ്പൊ H2ലാണ് ഇപ്പൊ ഞാൻ ഹലോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. You can see the difference. H2 and come on. It's size കുറഞ്ഞു. ഇപ്പൊ നെക്സ്റ്റ് ഇപ്പൊ എടുക്കുവാണ് ഞാനിപ്പോ H3 ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹലോ ആൻഡ് സൈസ് നമ്മൾ പിന്നെയും കുറയും. ആൻഡ് തേർഡ് ഹെഡിങ് ആണെങ്കിൽ യെസ് യു ക്യാൻ സീ ദാറ്റ് ഹലോ സൈസ് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നൗ if you want to add, ഇപ്പൊ എനിക്കിപ്പോ ഇത്ര പോരാ, എനിക്ക് കുറച്ച് സ്റ്റൈൽ ചെയ്യണം. അതായത് കുറച്ച് എനിക്കിത് കളർ ആഡ് ചെയ്യണം. എങ്ങനെ ഞാനത് ആഡ് ചെയ്യും? സ്റ്റൈൽ ചെയ്യണമെങ്കിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് സ്റ്റാർട്ട് ചെയ്താലും ആ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്താൽ പറ്റില്ല. അപ്പൊ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോ ഈ ഹലോ ഫസ്റ്റത്തെ H1 പ്രിന്റ് ചെയ്യുന്നത് ഈ ഹലോന്റെ കളറാണ് എനിക്ക് ഫസ്റ്റ് മാറ്റേണ്ടത്. So I was ഞാനൊരു റെഡ് കളർ പ്രിന്റ് ചെയ്യുകയാണ്. സോറി, റെഡ് കളർ പ്രിന്റ് ചെയ്യുകയാണ്. ലെറ്റ്സ് സീ. യെസ്, കളർ ചേഞ്ച് ടു റെഡ് ആയി. നൗ അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മളിപ്പോ ഞാനിപ്പോ H1ന്റെ കളർ മാത്രമല്ല നമുക്ക് ഫോണ്ട് സെറ്റ് ചെയ്യും, സ്റ്റൈൽ സെറ്റ് ചെയ്യും, എന്തെങ്കിലും സെറ്റ് ചെയ്യും. ഞാൻ മൂവിങ് ഓൺ ടു ബോഡി പാർട്ടിൽ എനിക്ക് ഒരു പാരഗ്രാഫ് പ്രിന്റ് ചെയ്യണം. പാരഗ്രാഫ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ടാഗ് ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. ആൻഡ് I was hello everyone
hello everyone. എനിക്കിനിപ്പോ ഇത് അറ്റത്ത് കിടക്കുന്നത് എനിക്ക് ഈ പാരഗ്രാഫ് ടു ബി ഇൻ സെന്റർ ഹൗ കുഡ് ദാറ്റ് ഡു ഇറ്റ് ആൻഡ് എനിക്ക് ഹിയർ ഒരു സെന്റർ എന്ന് പറഞ്ഞ ഒരു ടാഗ് ഉണ്ട്. സെന്റർ ടാഗ് യൂസ് ചെയ്ത് ഞാനിവിടെ പാരഗ്രാഫ് സെന്റർ ആക്കാം. സെന്റർ. Let's see what happens. Yes, center line. ഇത് പറയാം ഇത് വളരെ ബ്ലാങ്ക് ആണ് ഈ പേജ്. എനിക്ക് ഐ വാണ്ട് ടു ആഡ് സം കളർ ബാക്ക്ഗ്രൗണ്ട് കളർ ഓൺ ഹൗ കുഡ് ഐ ഡു ദാറ്റ് ആൻഡ് ആൻസർ ഞാൻ സ്റ്റൈലിൽ വന്നിട്ട് ബോഡി ആൻഡ് ബാക്ക്ഗ്രൗണ്ട് color is equals to let's say yellow. Yes, it's down to yellow. Which color എനിക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് സ്പെസിഫൈ ചെയ്യാം. ആൻഡ് വാട്ട് ഷുഡ് ഐ നെക്സ്റ്റ് വെച്ചാൽ എനിക്കിപ്പോ ഇതിപ്പോ ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ സ്ട്രേറ്റ് ഇല്ല. എനിക്കിപ്പോ ഹലോ ഒരു ലൈനില് എവറി ഡേ നെക്സ്റ്റ് ലൈനിൽ വേണം. അതായത് നെക്സ്റ്റ് ലൈനിലേക്ക് പാസ് ആണ്. How could I do that? I'm just adding simply a break tag. ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം. ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ലൈനിൽ നിന്ന് അത് എന്റെ പേര് നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടി ഞാൻ ബ്രേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് ഐ വാസ് ജസ്റ്റ് റണ്ണിങ്. യു ക്യാൻ സീ ദാറ്റ് ഹലോ എവ്രിവൺ. ഞാനിപ്പോ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ഏത് രീതിയിൽ വേണമെങ്കിൽ ഞാനിപ്പോ ബ്രേക്ക് ടാഗ് എടുത്ത് കളയുവാണ്. ഇപ്പൊ ഹലോ എവ്രിവൺ ഇതിൽ സ്പേസ് ഇല്ല. Now you can see hello everyone വളരെ അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. And I want to add some space. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അതിന് കുറുകണ്ട് നോൺ ബ്രേക്ക് സ്പേസ്. നോൺ ബ്രേക്ക് സ്പേസ് ഇത് യൂസ് ചെയ്തിട്ട് വലിയ സ്പേസ് വരും. ഓക്കെ, ആദ്യം എന്തായാലും ഞാൻ റിഫ്രഷ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യാൻ സ്മോൾ സ്പേസ് is being created. This is the basic logic about how to create and web application. ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ട് ഒരു വെബ് പേജ് ഉണ്ടാക്കണം. ബേസിക് ആയിട്ടുള്ള വളരെ ടാബിൾ ഞാനിപ്പോ HTML പറഞ്ഞു, ഹെഡർ എന്താന്ന് പറഞ്ഞു, ഫൂട്ടർ എന്താന്ന് ഹെഡർ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞ ഞാൻ ബോഡി പറഞ്ഞു, ഫൂട്ടറിനെ പറഞ്ഞാൽ പറയാം നെക്സ്റ്റ് വീഡിയോ കമ്മിങ് അപ്പ്. ആൻഡ് കുറച്ച് ബേസിക് ആയിട്ട് സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞു. അങ്ങനെ സെന്റർ ടാഗ് ബ്രേക്ക് നോൺ ബ്രേക്ക് ടാഗ് ആ സംഭവങ്ങൾക്ക് യൂസേജ് അതിന്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. So thank you for watching my video. Stay tuned. I will put this in GitHub so you can refer it out, use it out. If you have any doubt regarding this thing, please do comment. Thank you. Happy learning.